അധികാലത്ത് നാം ഈ സഭയിൽ കൂടി വന്നിരിക്കുന്ന സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണല്ലോ നാം വന്നിരിക്കുന്നത്. എങ്കിലും എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ആ ഒരു വിശ്വാസിയുടെ ആ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു ദാഹം ആണ് അവിടെ കാര്യം. ഒരു ദാഹത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു കാണാൻ സാധിക്കും. എന്നാൽ സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ദാഹിച്ചു. എനിക്ക് ദാഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞപ്പോൾ അവന് ആ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ നോക്കുക. നമുക്ക് വേണ്ടി, നമ്മുടെ ദാഹം തീർക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി അവൻ ആ ദാഹിച്ചു. അവന്റെ ആ ദാഹം ഏറ്റവും വലിയതായിരുന്നു. നമുക്കറിയാം, പകൽ സമയത്ത് ഇത്രമാത്രം അടികളേറ്റ് അവശനായി ഒരു വ്യക്തി, നമ്മൾക്ക് അടികളേറ്റില്ലെങ്കിലും അവശനായില്ലെങ്കിലും വളരെയധികം ദാഹമുള്ളവരാണ് നമ്മൾ, വെള്ളത്തിനെ കുറിച്ച് ദാഹമുള്ളവരാണ്. പക്ഷെ ആ സമയത്ത് പോലും അവന് ന്യായമായ ആ വെള്ളം കിട്ടാതെ നമുക്ക് വേണ്ടി അവൻ ദാഹിച്ചു. ആ ദാഹം നമ്മെ രക്ഷിക്കാനായിരുന്നു. ഇന്ന് ആ മൺമറഞ്ഞു പോയ ആ ദൈവത്തെ മാത്രമല്ല, ഇന്ന് ഉയർത്തെഴുന്നേറ്റ കല്ലറയെ പൊളിച്ച് നമുക്ക് വേണ്ടി തന്നെ ഉയരത്തിൽ നമുക്ക് വേണ്ടി വിരാജിക്കുന്ന ആ വലിയവനായിട്ടുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവന്റെ നാമം വാഴ്ത്തുവാൻ പറയാം.